ലോകമെമ്പാടുമുള്ള റയൽ മാഡ്രിഡ് ആരാധകർ വലിയ ആവേശത്തിലാണ്. സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ ക്ലബിനായുള്ള അരങ്ങേറ്റ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് അവർ. മാഡ്രിഡിലും സ്പെയിനിലും യൂറോപ്പിലുമെല്ലാം ലോകമെമ്പാടും വലിയ ആവേശമാണ് എംബാപ്പയെ ചുറ്റിപ്പറ്റി അലയടിക്കുന്നത്. എംബാപ്പയുടെ ജേഴ്സിയൊക്കെ റെക്കോർഡ് വേഗത്തിലാണ് വിറ്റഴിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഐക്കോണിക്കായുള്ള 9-ാം നമ്പർ ജേഴ്സി വലിയ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കഴിഞ്ഞ സീസണിൽ ബെല്ലിംഗാം റയൽ മാഡ്രിഡിൽ എത്തിയപ്പോഴും വലിയൊരു ആവേശമുണ്ടായിരുന്നു. എന്നാൽ അതിനെ കവച്ചുവെക്കുന്ന രീതിയിലുള്ള ഒരു ആവേശമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിൽ എംബാപ്പയെ ചൊല്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, എംബാപ്പെ വർഷങ്ങളായിട്ട് എംബാപ്പയെ കാത്തിരിക്കുകയാണ് റയൽ മാഡ്രിഡ് ആരാധകർ. കഴിഞ്ഞ സീസണിൽ എംബാപ്പെ വരും എന്നുള്ള ചില റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് മുമ്പത്തെ സീസണിലായിരുന്നു ശരിക്കും എംബാപ്പെ റയൽ മാഡ്രിഡിൽ എത്തുന്നതിൻ്റെ വക്കിലായിരുന്നു. അവസാന നിമിഷമാണ് അദ്ദേഹം തൻ്റെ നിലപാട് മാറ്റി PSG തന്നെ തുടർന്നത്. എംബാപ്പയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എംബാപ്പയുടെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണ്, അദ്ദേഹത്തിൻ്റെ സ്വപ്ന ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. അദ്ദേഹം ചെറുപ്പകാലത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമായി ഫുട്ബോൾ തട്ടിയ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. എന്തായാലും വളരെ അധികം വൈകാതെ തന്നെ എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും 25 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. 25-ാം വയസ്സിൽ അദ്ദേഹം റയൽ മാഡ്രിഡിനായി അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണ്. എംബാപ്പയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, എംബാപ്പെ റയൽ മാഡ്രിഡിന് പറ്റിയ ഒരു താരമാണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാണ്. കാരണം എംബാപ്പെ 100% ഒരു ടൈലർ മെയ്ഡായുള്ള ഒരു പ്ലെയറാണ് റയൽ മാഡ്രിഡിന് വേണ്ടി. കാരണം റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു മൊമെൻറ്റുകൾ യൂട്ടിലൈസ് ചെയ്ത് പരമാവധി റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. ഒരു ഹാഫ് ചാൻസസ് പോലും അവർക്ക് കിട്ടുകയാണ്, അവരത് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ റിസൾട്ട് ഉണ്ടാക്കും. നമ്മൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ അവരുടെ ജൈത്രയാത്ര കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു നേച്ചറാണ് റയൽ മാഡ്രിഡിനുള്ളത്. ടീം ഫുൾ ടൈം, അതായത് കളിക്കളത്തിൽ മൊത്തം ഡൊമിനേറ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ നിർണായക സന്ദർഭങ്ങളിൽ അവർ ഗോൾ നേടുന്നു, അല്ലെങ്കിൽ നിർണായക സന്ദർഭങ്ങളിൽ കളിയുടെ ഗതി തിരിച്ചുവിടുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. അപ്പോൾ റയൽ മാഡ്രിഡിന് പറ്റിയ രീതിയിലുള്ള ഒരു പ്ലെയർ കൂടിയാണ് എംബാപ്പെ. എംബാപ്പെ അങ്ങനെ തന്നെയാണ്. മുമ്പ് പൊച്ചറ്റീനോ എംബാപ്പയെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയുന്നതാണ്. കാരണം എംബാപ്പെ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഡൊമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കില്ല. ചിലപ്പോൾ അദ്ദേഹം ഫുൾ ടൈം നിങ്ങൾ കാണില്ല അദ്ദേഹത്തെ കളിക്കളത്തിൽ, പക്ഷേ കാരണം ആക്റ്റീവായിട്ട് കാണില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങൾ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ മതി കളിയുടെ ഗതി മാറ്റാൻ പറ്റുന്ന ഒരു താരമാണ് എംബാപ്പെ എന്ന് പൊച്ചറ്റീനോ മുമ്പ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ നമ്മളത് കണ്ടത്. 80-ാം മിനിറ്റിന് ശേഷം എംബാപ്പെ എങ്ങനെ കളിയുടെ ഗതി തിരിച്ചു വിട്ടു എന്നുള്ളത് ഒരുപാട് മത്സരങ്ങൾ ക്ലബ് ഫുട്ബോളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എംബാപ്പയെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായൊരു ക്ലബ്ബ് തന്നെയാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നതിൽ നമുക്കൊരു സംശയവും വേണ്ട. പിന്നെ എംബാപ്പെ നിലവിൽ വരുന്ന ടീം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു യങ് സ്ക്വാഡാണ് റയൽ മാഡ്രിഡ്. കഴിഞ്ഞ സീസണിൽ ആരും പ്രതീക്ഷയില്ല. കാരണം കരീം ബെൻസെമ എന്നുള്ള അധികായൻ പോയതിന് ശേഷം റയൽ മാഡ്രിഡിന് ഒരു നല്ലൊരു ഗോൾ സ്കോറർ ഇല്ല, അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ ഇല്ല, എന്നുള്ളൊരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ല എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്ന് വിനീഷ്യസും റോഡ്രിഗോയും ഒക്കെ ഉൾപ്പെടുന്ന യുവനിര ശരിക്കും അക്ഷരാർത്ഥത്തിൽ റയൽ മാഡ്രിഡിനെ വലിയൊരു മുന്നേറ്റ ഇതിലേക്ക് കൊണ്ടുപോവുകയുണ്ടായത്. പ്രത്യേകിച്ച് ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഒരു പെർഫോമൻസ് അതുകൂടി നമ്മൾ എടുത്തു പറയണം. അതുകൊണ്ട് തന്നെ എംബാപ്പെ കൂടി വരുമ്പോൾ ടീം വേറെ ഒരു ലെവലിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ത്രെറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടീമായിട്ട് ഇപ്പം റയൽ മാഡ്രിഡ് മാറിയിട്ടുണ്ട്. എംബാപ്പെ പ്ലസ് നിലവിലെ റയൽ മാഡ്രിഡ് സ്ക്വാഡ് എന്ന് പറയുമ്പോൾ അതൊരു സ്വപ്ന സമാനമായ സ്ക്വാഡായിരിക്കും. എതിരാളികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ക്വാഡായിരിക്കും എതിരിടാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം എംബാപ്പെ ഏത് പൊസിഷനിൽ കളിക്കും എന്നുള്ള സംബന്ധിച്ച് കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എംബാപ്പെ തന്നെ പറഞ്ഞു, ഞാൻ ഏത് പൊസിഷനിൽ വേണ്ടി കളിക്കാൻ തയ്യാറാണ്, ബോസ് എന്താണോ പറയുന്നത് ആ പൊസിഷനിൽ ഞാൻ കളിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാർലോ അൻസെലോട്ടിയുടെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം വളരെ ടാക്ടിക്കലി വളരെ എക്സ്പേർട്ടായുള്ള ഒരു കോച്ചാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയ കോച്ചാണ്. അതുമാത്രമല്ല ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉള്ള കോച്ചാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എംബാപ്പയെ ഏത് രീതിയിൽ കളിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. എംബാപ്പയും ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആയ ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ പേസ് ആണെങ്കിലും ഗോൾ സ്കോറിംഗ് എബിലിറ്റി, വിഷൻ ഒക്കെ വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആശങ്കയായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ 4-4-2 എന്നുള്ള ഡയമണ്ട് ഫോർമേഷനിലായിരുന്നു റയൽ മാഡ്രിഡ് ഇറങ്ങിയിരുന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിലെ റോളിൽ ജൂഡ് ബെല്ലിംഗാം കളിക്കുമ്പോൾ ലെഫ്റ്റിൽ വിനീഷ്യസും റൈറ്റിൽ റോഡ്രിഗോയായിരുന്നു. ഇനിയിപ്പം ആ ഒരു ഇത് മാറി മുമ്പുണ്ടായിരുന്ന 4-3-3 എന്ന ഫോർമേഷനിലേക്ക് റയൽ മാഡ്രിഡ് തിരികെ വരികയാണെങ്കിൽ എംബാപ്പയെ സെൻറ്റർ പൊസിഷനിൽ കളിപ്പിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ വിനീഷ്യസും റൈറ്റിൽ റോഡ്രിഗോയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ ബെല്ലിംഗാമും കളിക്കും. അതല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ പയറ്റിയ 4-4-2 തന്നെയാണെങ്കിൽ എംബാപ്പയ്ക്ക് റൈറ്റിലും കളിക്കാൻ പറ്റും. കാരണം വിനീഷ്യസ് ലെഫ്റ്റിലാണെങ്കിൽ എംബാപ്പയ്ക്ക് റൈറ്റിൽ കളിക്കാൻ പറ്റും. കാരണം എംബാപ്പെ മുമ്പ് മൊണാക്കോയ്ക്ക് വേണ്ടി റൈറ്റ് ഫോർവേഡായിട്ട് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എംബാപ്പയെ സംബന്ധിച്ച് പൊസിഷൻ ഒരു വിഷയമല്ല. കാരണം എംബാപ്പെ കിട്ടിയ അവസരങ്ങൾ മുതലാക്കി ഗോളാക്കാൻ പറ്റുന്ന ഒരു താരമാണ്. അദ്ദേഹം അത്രയും ഡെഡ്ലി ആയുള്ള ഒരു പ്ലെയറാണ്. ഈ മെസ്സി, റൊണാൾഡോ, നെയ്മർ അവരുടെ ഒരു ഇതിന് ശേഷം ഇന്നിപ്പം നിലവിൽ യുവതാരങ്ങളിൽ ഏറ്റവും അഗ്രഗണ്യൻ എന്ന് പറയാൻ പറ്റുന്നത് എംബാപ്പയാണ്. എംബാപ്പയ്ക്ക് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എംബാപ്പെ 25 വയസ്സായി, പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ ഒരു ചാമ്പ്യൻസ് ലീഗോ അല്ലെങ്കിൽ
ഒരു ബലൻ ഡിയോറോ ലഭിച്ചിട്ടില്ല. റയൽ മാഡ്രിഡിൽ എത്തുമ്പോൾ അതിനുള്ള ഒരു ഉത്തരം നമുക്ക് ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സീസണിലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ വരും സീസണിലായിരിക്കാം. എന്തായാലും എംബാപ്പയെ സംബന്ധിച്ച് എംബാപ്പയുടെ ഒരു പുതിയൊരു യുഗത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് എംബാപ്പയെ സംബന്ധിച്ച് റയൽ മാഡ്രിഡ് എന്നുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമുക്കൊരു കാര്യം ഇതിനു കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. കാരണം റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ താരനിരയൊക്കെ മാനേജ് ചെയ്ത ഒരു ക്ലബ്ബാണ്. അവരുടെ മാനേജ്മെൻ്റ് ആണെങ്കിലും പെരസ് ആണെങ്കിലും അല്ലെങ്കിൽ കോച്ച് കാർലോ ആൻസലോട്ടി ആണെങ്കിലും അവർ ഇതിൽ വളരെ വെൽവേഴ്സ്ഡ് ആയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് റയൽ മാഡ്രിഡ് ആണ് പ്രധാനം. റയൽ മാഡ്രിഡിൻ്റെ ലെഗസിയാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ട് ഏത് താരവുമുള്ളൂ. അപ്പോൾ എംബാപ്പയെ സംബന്ധിച്ച് എംബാപ്പയ്ക്കും കുറച്ചൊന്ന് കോപ്പപ്പ് ചെയ്യേണ്ടി വരും. കാരണം PSG എംബാപ്പെ അനുഭവിച്ച രീതിയിലുള്ള ഒരു ശൈലി ആയിരിക്കില്ല റയൽ മാഡ്രിഡ് എല്ലാ അർത്ഥത്തിലും. കാരണം എംബാപ്പയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു സംവിധാനത്തിലേക്ക് എന്തായാലും റയൽ മാഡ്രിഡ് പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ആയിട്ടാണെങ്കിലും ഇപ്പോൾ റോഡ്രിഗോ, ആർദ ഗുലർ, ജൂഡ് ബെല്ലിങ്ങാം എംബാപ്പയും തമ്മിലുള്ള ഒരു ഡുവോ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംബാപ്പയും കൂടെ കുറച്ച് മാറ്റങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അതെന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം അദ്ദേഹം ഒരു പ്രൊഫഷണലായ പ്ലെയറാണ്, ഇപ്പം എക്സ്പീരിയൻസ് ആയ പ്ലെയറാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായി അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം എംബാപ്പെ ആണെങ്കിലും റയൽ മാഡ്രിഡ് ആണെങ്കിലും അത് ശരിക്കും കൃത്യമായിട്ട് തന്നെ ഒരു സിങ്ക് ആയിട്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ എംബാപ്പയുടെ അരങ്ങേറ്റ മത്സരം അധികം വൈകാതെ തന്നെ ഉണ്ടാകും. എംബാപ്പെ ഇപ്പം പ്രീ സീസൺ ടൂർ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1 AC മിലാനെതിരെയാണ് റയൽ മാഡ്രിഡിൻ്റെ ആദ്യത്തെ പ്രീ സീസൺ മത്സരം. അതിനുശേഷം ബാഴ്സലോണയുമായിട്ടും പിന്നീട് ചെൽസിയുമായിട്ടും മത്സരങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എംബാപ്പയുടെ ഒരു കോമ്പറ്റീറ്റീവായുള്ള ഒരു ഡെബ്യൂ വരാൻ പോകുന്നത് ഓഗസ്റ്റ് 14 UEFA സൂപ്പർ കപ്പ് ആയിരിക്കും. UEFA സൂപ്പർ കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാർ, അതായത് നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ യൂറോപ്പ ലീഗ് വിന്നേഴ്സായ ഇറ്റാലിയൻ ക്ലബ് അറ്റലാന്റയാണ്. പോളണ്ടിലാണ് മത്സരം വരുന്നത്. അപ്പോൾ എംബാപ്പയെ സംബന്ധിച്ച് വലിയൊരു സുവർണ അവസരം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെബ്യൂ മത്സരം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ആ UEFA സൂപ്പർ കപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു സിൽവർ വെയറോടെ തുടങ്ങാൻ, അതായത് ഒരു പുതിയ തുടക്കമാണ് എംബാപ്പയെ സംബന്ധിച്ച്. എംബാപ്പയുടെ കരിയറിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊരു സിൽവർ വെയറോടെ, അല്ലെങ്കിൽ ഒരു കിരീടത്തോടെ തുടങ്ങാനുള്ള എംബാപ്പയ്ക്ക് ഒരു അവസരമാണ് ഇപ്പം ലഭിക്കാൻ പോകുന്നത്. എന്തായാലും എംബാപ്പയുടെ ഒരു പ്രകടനം, അല്ലെങ്കിൽ എംബാപ്പയുടെ ഒരു അരങ്ങേറ്റത്തിനായി നമുക്ക് ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം കാത്തിരിക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എംബാപ്പയ്ക്ക് ആദ്യ സീസണിൽ തന്നെ റയൽ മാഡ്രിഡിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായി രേഖപ്പെടുത്തുക.